അസ്സലാമലൈക്കും. വീണ്ടും ഞാനിവിടെ ആക്കുമ്പോൾ മീനിൻ്റെ കറി, അയിലയുടെ കറി. നാലയില എടുത്തിട്ട് നല്ല അയില, ഫ്രഷ് അയില കാണുമെങ്കിൽ ഒരു നല്ല കണ്ട് തിന്നോക്കും അതേപോലത്തെ ടേസ്റ്റ് ഉണ്ടായില്ല. അതിനെ എടുത്ത് മുറിച്ചിട്ട് കലക്കി വെച്ചേ. ഇപ്പോൾ ഇവിടെ ഒരു മിക്സി ജാരി എടുത്തുണ്ട്, തേങ്ങ ചതച്ച് വെച്ചിട്ട് ഇട്ടുന്നേ. സ്റ്റീലിൽ ചെറിയൊരു കുപ്പിയുടെ ബൗളിലോ ഒരു ബൗളോ തേങ്ങ എടുത്ത് 10-13 മുളക് എടുത്തുണ്ട്. അതൊക്കെ ഒരു പാതി പീസ് നീരിലിട്ട് ചെറിയ പീസ് ഇഞ്ചിട്ട് കൊടുത്ത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പുളി തെല്ലിയാറ് എടുത്തുണ്ട്. അങ്ങനത്തെ പുളിയാറ ഒരു സ്പൂൺ കൊത്തമ്പരി ഇട്ട് കൊടുത്ത് അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് മിക്സി ജാറിൽ അരിഞ്ഞിട്ട് അതിപ്പോൾ മണ്ണടി വിസിലെടുത്തിട്ട് അതൊക്കെ വീത്തി കൊടുത്ത്. ಅದಕ್ಕಿപ്പോൾ ತಣ್ಣಿ ನೋಕಿಟ್ಟು ಬೀತನು ನಾನು ನನಗೆ ತೆಲ್ಪಿ ಹಾಕೊಂಡ್ರೆ ಅಂತೆಲ್ಲ ಜಾರಿ ತೆಲ್ಲಿ ಹಸಿ ಬೀತೀವಿ ಫಸ್ಟ್ ನಾನು ಬೀತಿರ ಪಾಟ ತನ್ನಿ ತೆಲ್ಪಿ ಹಾಕಿಟ್ಟು വെച്ചോണ്ട്ರೆ കായത്തെ ನಾನು ಸ್ವಲ್ಪ കലക്കിട്ട് ഗ്യാസ് തീ ആക്കി ഗ്യാസിൽ വെച്ച് കൊടുത്തದ್ರೆ ചെന്ത കലക്കിട്ടില്ല എന്തെങ്കിലും കലക്കല്ല കലക്കിട്ട് ಅದಕ್ಕೆ ഒരു പാതി കണ്ട നീരിൽ മുറിച്ചിട്ടെടുത്ത തന്നെ അതിലിട്ട് കൊടുത്തേ. ഒരു 4-5 കായ്മുള മുറിച്ചിട്ട് കൊടുത്തേ. കറിച്ചൊപ്പില്ല ഉണ്ട്, കറിച്ചൊപ്പില്ലാത്ത സമയത്ത് കറിച്ചൊപ്പിട്ടിട്ടുള്ളതാണ്. ഒരു ടൊമാറ്റോ ഇട്ട് കൊടുത്തേ. ഒരു സ്പൂൺ ഉപ്പിട്ട് ഉപ്പ് വേണേ ഫസ്റ്റെല്ലാം ഇടാം. ഞാൻ ഒരേ സ്പൂൺ ഇട്ട് കൊടുത്തേ. നോക്കിയിട്ടിടല്ലേ ചെന്നിട്ട് ചന്തത്തിൽ അടിമേലെല്ലാം ആക്കിയിട്ട് വെച്ചേ. ಅದಕ್ಕೆ ಮುಚ್ಚಿ വെച്ചിട്ട് തുള്ളിട്ടുണ്ട് തുള്ളി റെഡി ആയിത്തത്. ഞങ്ങൾ ഇങ്ങനെ ആക്കറി കറി ഞങ്ങൾ ചെന്നെങ്കിൽ ഈ മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് തേങ്ങ ഇട്ടറക്കില്ല. ഞങ്ങൾക്ക് ആവുള്ളതാണ് ആക്കിയെങ്കിൽ ഇങ്ങനത്തെ കറിയെ ടേസ്റ്റ് അവിടെ. അങ്ങനത്തെ മസാല എനിക്ക് കുസി ഞങ്ങൾക്ക് ഞങ്ങൾ മസാല എല്ലാം റെഡി ആക്കറ്. ഇപ്പം മീനിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തേക്കാം അത് വെച്ച് മീനെല്ലാം ഇട്ട് കൊടുത്ത് കയ്യിലിട്ട് അടിമേലാക്കി അത് ഇട്ട് കൊടുത്ത പോലെ മീൻ കയ്യിലിട്ടേ. അതിന് കയ്യിലിട്ടെല്ലാം മീൻ കലങ്ങലത് മുച്ചിട്ട് കൊടുത്തേ. അങ്ങനത്തെ എൻ്റെ റെസിപ്പി എൻ്റെ ഇത് ഇത്രയുണ്ട് കറിയുടെ വീഡിയോ. ഉറുപ്പിൻ്റെ കറി പൊടിക്കറി ആക്കി വെച്ചിരാ അതിൽ കസ്കസും നഞ്ചിട്ട് വെച്ച സെക്കയല്ലേ ഇതിൻ്റെ ഇത്ര. അസ്സലാമലൈക്കും. നാളത്തെ വീഡിയോയിൽ കാണാം.